അടുത്തത് പറയണത് എന്താ വെച്ചാൽ ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സാമ്പിൾസിന്റെ വാല്യൂ 30നേക്കാൾ താഴെയാണെങ്കിൽ വി വിൽ ഗോ ഫോർ ടി ടെസ്റ്റ്. അത് രണ്ട് രീതിക്ക് പറയാം. സാമ്പിൾ ടി ടെസ്റ്റ്, വൺ സാമ്പിൾ ഉണ്ട്, ടു സാമ്പിൾ ഉണ്ട്. രണ്ടിന്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. ടി ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ എന്ന് പറയുന്നതാണ് വൺ സാമ്പിൾ. ടു സാമ്പിൾ ആവുമ്പോൾ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ട് സാമ്പിൾസിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പം എക്സ് വൺ ഡാഷ് മൈനസ് എക്സ് ടു ഡാഷ് ബൈ റൂട്ട് ഓഫ് എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് എസ് ടു സ്ക്വയർ ബൈ എൻ ടു. ഇതാണ് എക്സ് വൺ എക്സ് ടു എന്നൊക്കെ പറയുന്നത് സാമ്പിൾ മീൻസ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻ ആണ്. എസ് വൺ എസ് ടു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ്. എൻ വൺ എൻ ടു എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ആയിരിക്കും നോക്കാം. നമുക്ക് ഒരു മാത്സ് കോഴ്സ്, രണ്ട് ക്ലാസ് തമ്മിലുള്ള മാത്ത് സ്കോർസ് കമ്പയർ ചെയ്യണം. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ടോട്ടലി 8 വാല്യൂ, അതായത് 4 വാല്യൂസാണ് തന്നിട്ടുള്ളൂ രണ്ട് ഗ്രൂപ്പൊന്നുമായിട്ട്. അപ്പോൾ നമുക്ക് ലെസ് ദാൻ 30 തന്നെയല്ലേ ആണ്. അപ്പോൾ ക്ലാസ് എ ആൻഡ് ബി, നമുക്കതിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് കിടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ടെസ്റ്റ് ഡോട്ട് ഇൻഡ് IND ആണ്. അപ്പോൾ ഇതിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട് സ്കൈപൈ ഡോട്ട് സ്റ്റാറ്റ്സ് ആസ് എസ് എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രം സ്കൈപൈ ഡോട്ട് സ്റ്റാറ്റ്സ് ഇമ്പോർട്ട് ടി ടെസ്റ്റ് അണ്ടർസ്കോർ IND എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ഞാൻ നോട്ടത്തെ പോലെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇതിൽ ടൈപ്പ് ചെയ്ത് വന്നത്, മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ വാല്യൂസ് കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എയും ബിൻ്റെ വാല്യൂസ് അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ടെസ്റ്റിൻ്റെ മറ്റേ വാല്യൂസ് കിട്ടണമെങ്കിൽ വേറെ ചിന്തിക്കേ വേണ്ട, വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ടി ടെസ്റ്റ് അണ്ടർസ്കോർ IND ക്ലാസ് എ ക്ലാസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടീൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കും കിട്ടും, അതുപോലെ പി വാല്യൂയും കിട്ടും. ഇത് രണ്ടും കിട്ടി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? കിട്ടിയ പി വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 0.05 ആണെന്ന് നോക്കുന്നു. അതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ് ഇൻ സ്കോർ എന്ന് പറയും, അല്ലെങ്കിൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ സ്കോർ. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ക്ലാരിറ്റിയിൽ ആ കാര്യങ്ങൾ എടുത്തെഴുതാനും ഏത് ഫംഗ്ഷനാണ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടി ടെസ്റ്റ് അണ്ടർസ്കോർ IND എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾസിൻ്റെ ടി സ്റ്റാറ്റിസ്റ്റിക്കും അതുപോലെ പി വാല്യൂയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് വന്നിട്ടുള്ളത് ടു ടെസ്റ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇവിടെ നമുക്ക് 2 ടെസ്റ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പേര് തന്നെ. അതായത് 2 ട്രെയിനിങ് പ്രോഗ്രാംസ് were tested on employees. പ്രോഗ്രാം എ N എന്ന് പറഞ്ഞാൽ 25 ആണ്, മെയിൻ സ്കോർ 80 ആണ്. പ്രോഗ്രാം ബി എന്ന് പറഞ്ഞാൽ N 30 ആണ്, മെയിൻ സ്കോർ 76 ആണ്. അസ്യൂം സിമിലർ വേരിയൻസസ് ഇസ് ദർ എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ പെർഫോമൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അവർ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രണ്ട് ഗ്രൂപ്പ് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലായത് ആരാണ്? പ്രോഗ്രാം എ പ്രോഗ്രാം ബി എന്നൊക്കെ പറഞ്ഞു തരുന്നത് ടി ടെസ്റ്റിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എന്നത്തെയും പോലെ എപ്പത്തെയും പോലെ ഫ്രം സ്കൈപൈ ഡോട്ട് സ്കാറ്റ്സ് ഇമ്പോർട്ട് ടി ടെസ്റ്റ് അണ്ടർസ്കോർ IND കൊടുത്തു. മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ല നമ്പർ ഓഫ് സൈസ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നമ്മൾ അങ്ങനെ കോമ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ല. മീനിയെ അതായത് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയും വാല്യൂസ് കൊടുത്തു. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും വാല്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിന്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുക? നമുക്ക് ആദ്യം ആരാ ഹെൽപ്പ് വേണം? ഇമ്പോർട്ട് NumPy as NP വേണം. നമുക്ക് NumPyയിൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യണം. സോ NP ഡോട്ട് റാൻഡം ഡോട്ട് നോർമൽ, ഇനി 3 വാല്യൂസ് അതിൽ പോവുക. എന്തൊക്കെയാ പോവുക? മീൻ പോവും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോവും, അതുപോലെ നമ്പർ ഓഫ് സൈസ് വരും, സാമ്പിൾ സൈസ് വരും. ഒന്നുകൂടി പറയാം, നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് നമുക്ക് നോർമലി വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റെപ്പ് എടുക്കണം. നമുക്ക് നോർമലി വാല്യൂസ് തന്നിട്ടില്ല അവർ ജസ്റ്റ് നമ്മുടെ അടുത്ത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്പർ ഓഫ് സാമ്പിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് കൺഫ്യൂസ് ആവാൻ വേണ്ടിയിട്ട് നമുക്കത് വാല്യൂ ഇല്ലല്ലോ. അപ്പം നമുക്ക് ജനറേറ്റ് ചെയ്യണം വാല്യൂസ്. നാളത്തെ നമുക്ക് എങ്ങനെ തന്നത്? നാളത്തെ നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു? അതിൽ വാല്യൂ തന്നെ ഡയറക്റ്റ് തന്നു. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ ടി സ്റ്റാറ്റിസ്റ്റിക്കലിന് ആ ഫംഗ്ഷൻ യൂസ് അങ്ങ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് മീനും ഇതൊക്കെ തന്നു. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് മീനും ഇതിൻ്റെ വാല്യൂസ് 3 എഴുതി വെക്കുക, 6 വാരിയബിൾസിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇമ്പോർട്ട് NumPy as NP, ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ 2 വാരിയബിൾസ് എടുക്കണം. രണ്ടിൽ നമ്മൾ NP ഡോട്ട് റാൻഡം ഡോട്ട് നോർമൽ, അതിൽ ആദ്യം നമ്മൾ മീൻ കൊടുത്തു, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തു, പിന്നെ നമ്പർ ഓഫ് സൈസ് എന്നുള്ളത് കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് എക്കും വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് ആരുണ്ട്? ടി ടെസ്റ്റ് അണ്ടർസ്കോർ IND എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും കൊടുത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? ടിയുടെ സ്റ്റാറ്റിസ്റ്റിക്കും കിട്ടും, പി വാല്യൂയും കിട്ടും. രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ടി സ്റ്റാറ്റിക്കിന്റെ പി വാല്യൂ പറയുന്നത് ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും?
അത് രണ്ടും എന്താണ് ഡിഫറൻസ് ഉണ്ട് പെർഫോമൻസിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയും. ഇന്നിങ്ങനെയാണ് ടി ടെസ്റ്റ് ചെയ്യുക. ടി ടെസ്റ്റ് കൺഫ്യൂഷൻ ആവരുത്. ഒരു കാര്യം മാത്രം ആലോചിച്ച് വെക്കുക, അതായത് നമുക്ക് ബുദ്ധിയിൽ വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ സാമ്പിൾസുകൾ രണ്ടെണ്ണത്തിൽ കൂടുതൽ വരില്ല. ആ സാമ്പിൾ വന്നാൽ തന്നെ അതിൽ നമുക്ക് ചിലപ്പോൾ വാല്യൂസ് വരില്ല. വാല്യൂസ് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വഴി നമ്മൾ നോർമലി വാല്യൂസ് ജനറേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. താങ്ക് യു.